ഗൈസ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ തക്കുടുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ എന്ത് വീഡിയോ എടുക്കും എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ വിചാരിച്ചു ഇന്ന് വീഡിയോസ് ഒന്നും നമ്മൾ കുക്ക് ചെയ്യണ്ടോ വീട്ടിലെ കാര്യങ്ങളൊന്നും ആയിട്ടുള്ള വീഡിയോസ് എടുക്കേണ്ടത് കുറച്ച് നമുക്ക് വർത്താനം പറയാം, വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആവാമെന്ന് വെച്ചു. കാരണം മഴയാണ് കേട്ടോ, ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനും തോന്നണില്ല, വീഡിയോ എടുക്കാനും തോന്നണില്ല. വീടിൻ്റെ അകത്ത് വെച്ചെങ്കിൽ കറണ്ടും ഇല്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റണില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസ് എടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു മടി വരുമല്ലോ, ആ മടി പിടിച്ചിട്ട് രണ്ടാമത്തായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ വിശേഷങ്ങളും ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് കാര്യങ്ങളും പിന്നെ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ആൾക്കാർ കൂടുതലായിട്ട് നോക്കുക എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ അധികം ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. എന്നാലും നമ്മൾ പറ്റാവുന്ന പോലെ വീഡിയോസ് എടുത്തിട്ട് ഇടുക എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ചില സമയത്ത് കമൻറ്റ് ബോക്സ് ഓഫായി പോകുന്നുണ്ട്, എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് കുട്ടികൾ അധികമായിട്ട് കാണിക്കുമ്പോൾ തന്നേക്ക് വീഡിയോസൊക്കെ റിജക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണോ എന്നും അറിയില്ല, കമൻറ്റ് ബോക്സ് ചില സമയത്തൊക്കെ ഓഫ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ വീട് ഇപ്പോൾ തൃശ്ശൂരാണ്, തൃശ്ശൂർ കുന്നംകുളം ഭാഗമാണ്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് മഴ കാരണം കണ്ട പുതപ്പോളൊക്കെ തിരുമ്പിട്ടേക്കാണ്. ഇതല്ല ഇനി ഉണ്ടായിരുന്ന 2-3 എണ്ണം. അപ്പോൾ ഉണങ്ങിയതൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ടേക്കാട്ടാ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഉണങ്ങിയത് ഉള്ളിലേക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ അതും കൂടി നനയും. മഴ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒപ്പം എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉണ്ണികളൊക്കെ നീട്ടിരിക്കുന്ന സമയത്ത് വെച്ചെങ്കിൽ അവരും വെച്ചിട്ട് തുണികൾ എടുക്കാൻ നടക്കില്ല. അപ്പോൾ തുണികൾ കുറേ കഴുകിയിട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ബ്ലാങ്കറ്റൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിച്ചൂസൊക്കെ നല്ല മൂത്രമൊഴിക്കലാട്ടോ രാത്രി കിടന്നിട്ട്. അപ്പോൾ പുതപ്പുകളിലൊക്കെ മൂത്രമായിട്ട് പൊട്ട സ്മെല്ലും, ഉണക്കാനും വഴിയില്ല. 2 ദിവസം ഞാനിങ്ങനെ വെയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കാം. അപ്പോൾ പിന്നെ കഴുകണ്ടല്ലോ, കാരണം വീണ്ടും മൂത്രമാവില്ല വെച്ചിട്ട് അങ്ങനെ വെയിലത്തിടാമെന്ന് വെച്ചു. പക്ഷേ വെയിലത്തിടാനും പറ്റില്ല, നമുക്ക് കഴുകി ഉണ്ടാവേണ്ട പൊട്ട സ്മെല്ല്. അപ്പോൾ ഞാൻ കഴുകിയിട്ടു കേട്ടോ. പുതപ്പൊക്കെ കഴുകിയിട്ടപ്പോൾ ബ്ലാങ്കറ്റ് ആയതുകൊണ്ട് ചെറിയൊരു സ്മെല്ല് വരും ഉണങ്ങിയില്ലെങ്കിൽ. നല്ലപോലെ വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ പൊട്ട മണെടുക്കും. നമ്മൾ തിരുമ്പിയാലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാവലിരിക്കുകയാണ്, മഴ എപ്പോൾ വരും നോക്കിയിട്ട്. മഴ പെയ്ത് കഴിഞ്ഞ് ഇത് വേഗം എടുത്ത് ഓടണം. ഓടിയിട്ട് നമുക്ക് ഇവിടെ ഇടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ട 2 സ്ഥലങ്ങൾ കാണാമല്ലോ, ഇവിടെ ഒക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ അയിൽ കെട്ടിയിട്ടില്ല. ഇവിടെ അയിൽ നട്ട പറയുക, അയിൽ അഴയ്ക്കാതെ ഈ സാധനത്തിന്. നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല, ഞങ്ങളുടെ അവിടെ അഴയ്ക്ക അയിൽ എന്നൊക്കെ ആയിട്ടാ പറയാം. അപ്പോൾ അതുള്ളിൽ കെട്ടിയിട്ടില്ല. അപ്പോൾ അതുള്ളിൽ കെട്ടിയിട്ട് വേണം തോരടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള കുറേയൊക്കെ ഉണങ്ങി. കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇന്നലെ തിരുമ്പിയിട്ടത് ഇന്നും വീണ്ടും ഞാൻ വെയിൽ വന്നപ്പോൾ ഉണക്കി. അങ്ങനെയൊക്കെയാണ് ഉണക്കുന്നത് കേട്ടോ. സംഭവം വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ വാഷിംഗ് മെഷീൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ഉള്ളിലേക്കൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് ഫിറ്റ് വെച്ചിട്ട്, പക്ഷേ അതിന് സമയം കിട്ടിയിട്ടില്ല. ഇക്ക പണിക്ക് പോവായതുകൊണ്ട് ഇക്കക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ചെറുതായ മഴ ഇങ്ങനെ ചാർന്ന പോലെ ഉണ്ട് കേട്ടോ. എപ്പോഴാവോ പെയ്യുക? മഴ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കണം. എന്തായാലും മഴ പെയ്യട്ടെ അല്ലേ. കാരണം കുറേ സ്ഥലത്ത് വെള്ളമില്ലായ്മയും അതുപോലെ തന്നെ ചൂട് താങ്ങാൻ പറ്റാണ്ട് ഓരോ അസ്വസ്ഥതകൾ നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ. ചൂട് താങ്ങാണ്ട് വീട് മാറുക, അതുപോലെ തന്നെ വെള്ളം. ഇവിടെയും കറക്റ്റായിട്ട് നല്ല രീതിക്ക് വെള്ളമൊന്നും ഇല്ല കേട്ടോ. നമ്മളിടയ്ക്ക് വെള്ളം നമ്മൾ വണ്ടിയിലൊക്കെ കൂടുന്ന അടിക്കേണ്ടി വരും. നല്ല വെള്ളമൊന്നും ഇല്ല. എല്ലാ സ്ഥലത്തും വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അങ്ങനെ വെയിലല്ലേ. അപ്പോൾ മഴ നന്നായി പെയ്യട്ടെ, എല്ലാവരുടെ വീട്ടിലെ കിണറുകളിലും വെള്ളം നിറയട്ടെ. ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ ഒരു നീല വല കാണാനില്ലേ, അതാട്ടോ അവിടുത്തെ കിണർ. അപ്പോൾ കുടിവെള്ളമൊക്കെ അതൊന്നാണ് പിടിക്കുക. ചില സമയത്ത് വെള്ളം ഇല്ലാത്തപ്പോൾ നമ്മൾ വണ്ടിയിൽ വെള്ളം പിടിച്ചിട്ട് അടിക്കും. അപ്പോൾ അത് പ്രശ്നമില്ല. എന്തായാലും വെള്ളം ഇല്ലാണ്ടല്ലേ ഈ ഒരു മാസം ഉണ്ടാവുള്ളൂ. മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നോളും. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഷോർട്ട് വീഡിയോ പോലെ. ഒരു കുട്ടീൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനിത് ഇവിടെ കൊടുക്കുക വീഡിയോ. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടോ, അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഡെയിലി എനിക്ക് കമൻറ്റ് വരികയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ദിയ ഫാത്തിമ അല്ലേ, ആ കുട്ടി ആരാന്ന് കണ്ടുപിടിക്ക്, ദിയ ഫാത്തിമ ആയിരിക്കട്ടെ. എൻ്റെ മനസ്സും അങ്ങനെ തന്നെ ആയിട്ട് പറയണം. കുറേ കമൻറ്റുകൾ കാണുമ്പോൾ ആ കുട്ടി ദിയ ഫാത്തിമ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ചിലവർ ചോദിക്കും ദിയ ഫാത്തിമ ആരാന്ന്. 8 വർഷങ്ങൾക്ക് മുമ്പ് കാണാണ്ടേ പോയൊരു കുട്ടിയാട്ടോ. ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ 1.5 വയസ്സ് 3 വയസ്സും കൂടെ ആയിരുന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാണാണ്ടേ പോയ കുട്ടിയാട്ടോ ദിയ ഫാത്തിമ. അപ്പോൾ ആ വീട്ടുകാർ ഇപ്പോഴും ആ കുട്ടി വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ആ കുട്ടി എങ്ങോട്ടാണ് പോയത്, ആരാണ് എടുത്തോണ്ടതെന്നൊന്നും അറിയില്ല.
അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ആ കുട്ടി ദിയ ഫാത്തിമ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും ദിയ ഫാത്തിമ ആയിരിക്കട്ടെ. എനിക്കറിയില്ല കേട്ടോ ദിയ ഫാത്തിമ ആണോന്ന്. കുറേ പേര് ആ വീഡിയോസ് ഇങ്ങനെ ഇടണ് കണ്ടു. അപ്പം ഞാനും ആ കുട്ടീനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വീഡിയോ ഇട്ടതാട്ടാ. നല്ല ഭംഗിയുണ്ട് ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്, ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനാണ് രസം തോന്നിയിട്ട് ഇട്ടതാണ്. പക്ഷേ ദിയ ഫാത്തിമ ആണോ അല്ലേ എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ആ ഉപ്പാക്കും ഉമ്മാക്കും ദിയ ഫാത്തിമ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ തിരിച്ച് കിട്ടട്ടെ അല്ലേ. മക്കളില്ലാത്ത വിഷമമൊക്കെ എന്താ അല്ലേ. നമുക്ക് മക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കാണാണ്ടായിട്ട് എവിടെയോ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര നീറ്റലുണ്ടാവും മനസ്സിൽ. അപ്പോൾ നമുക്കതിൽ അങ്ങനല്ല, നമ്മുടെ മക്കൾ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ കൺവെട്ടത്ത് നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. അവരെങ്ങനെ വേദാവുന്നൊന്നും അറിയണില്ല. അപ്പോൾ ഒരു വേദന അങ്ങനെ വേദന അല്ലേ. അപ്പോൾ എന്തായാലും ആ വീട്ടുകാർക്ക് ആ കുട്ടീനെ കിട്ടട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ ആ കുട്ടീനെ കിട്ടട്ടെ എന്ന്. അങ്ങനെയൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ. പിന്നെ ചായ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇക്ക വരുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഴയുണ്ട് ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ തോന്നുന്നുണ്ട്, ചായ കുടിക്കണം. പക്ഷെ ചായക്ക് കടിയൊന്നുമില്ല, ബേക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചായ കുടിക്കാൻ തോന്നുന്നില്ല കേട്ടോ. പിന്നെ കട ഉണ്ട് തൊട്ടപ്പുറത്ത്. പക്ഷെ ഇക്ക വന്നിട്ട് വേണം പൈസ വാങ്ങിച്ചിട്ട് ഇന്നലെ കടയിൽ പോയിട്ട് സാധനങ്ങൾ ബേക്കറി വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇക്ക വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ ബേക്കറി. ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പണി മാറ്റിയിട്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ബേക്കറി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരിക്കും. അപ്പോൾ ഉപ്പാൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഫ്രണ്ടിലേക്ക് ഓടും, വാതിൽ തുറന്നിട്ട് എന്തെങ്കിലും ബേക്കറി കൂടുന്ന കിട്ടാൻ വേണ്ടിയിട്ടും. അധികം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, പരിപ്പ് വട, ഉള്ളിവട അങ്ങനത്തെ ഒക്കെ പണ്ടൊക്കെ കിട്ടുമല്ലോ. ഒരു പരിപ്പ് വട ചെറിയൊരു ഇത്രയും ഒരു കോയിൻ്റെ ഒക്കെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ വലിപ്പം. അങ്ങനത്തെ പരിപ്പ് വട കിട്ടും കേട്ടോ. ഓരോരുത്തരും 1 രൂപ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പരിപ്പോടൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് അതാരാണ് ഫസ്റ്റ് പോയിട്ട് വാങ്ങിക്കുക അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇക്ക വരുമ്പോൾ ബേക്കറി എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ അത് കാത്തിട്ട് ഇരിക്കുകയാണ്. ചിലപ്പോൾ കൊണ്ടുവരും, കൊടുന്നില്ലെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ചായ കുടിക്കാനായിട്ടാണ് വെച്ചേക്കുന്നത്. എന്തായാലും മഴയൊക്കെ അല്ലേ, ഇക്ക വേഗം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മഴ കാരണം പിന്നെ നമുക്ക് ഇത്രയും ദൂരം വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വരണ്ടേക്ക്. അത് ചാവക്കാടാണ് പണി. അപ്പോൾ ചാവക്കാടിന് ഇത്രയും ദൂരത്തേക്ക് മഴ കൊണ്ടിട്ട് ഓടിച്ച് വരണ്ടേക്ക്. പക്ഷേ റെയിൻകോട്ടും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല കയ്യിൽ. അപ്പോൾ മാക്സിമം വേഗം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ചായ കുടിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീടിൻ്റെ ഹോം ടൂർ കാട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ വ്യൂസ് ഉണ്ട്, എന്നാലും 1K ഒന്നും ഇല്ല കേട്ടോ വ്യൂസ്. ഒരു 700 സംതിങ് ഒക്കെ ഉണ്ട് വ്യൂസ്. അപ്പോൾ അതിൽ ഞാൻ പിന്നെ വീഡിയോസ് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ വീട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വീടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴൊന്നും പൊട്ടിപ്പൊളിഞ്ഞ് വീടില്ല, ഇടി വന്നാലും മഴ വന്നാലും പൊട്ടിപ്പൊളിഞ്ഞ് വീഴില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ കാരണം എന്ന് ഞാനിതിൽ പറയാൻ വിട്ടുപോയി. പിന്നെയാണ് ഞാൻ ആലോചിച്ച് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വീട് പൊട്ടിപ്പൊളിഞ്ഞ് പെട്ടെന്ന് വീഴില്ല പറയാനുള്ള കാരണം കണ്ട, ഇതൊക്കെ മരമല്ല, ഇതൊക്കെ ഇരുമ്പാട്ട്, ഇരുമ്പ് കൊണ്ട് വെച്ചേക്കുന്നതാണ്. ഈ സംഭവങ്ങൾ ഫുള്ള് ബാക്കിലും ഉള്ളിലും ഫ്രണ്ടിലും എല്ലായിടത്തും ഇരുമ്പാണ് കേട്ടുള്ളത്. നമ്മൾ ഈ മരത്തിൻ്റെ വെച്ചെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ചെതലൊക്കെ പിടിച്ച് വരും. ഇത് മരത്തിൻ്റെ അല്ല, ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക് വല്ലപ്പോഴും ഓടിൻ്റെ പ്രശ്നം വന്നാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്നൊന്നും വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ള എൻ്റെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുമോ എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. വല്ലപ്പോഴും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ കൊച്ചു വിശേഷങ്ങളും വർത്തമാനങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വ്ളോഗൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റുള്ള വീഡിയോസൊക്കെ ആവാറുണ്ട്. അപ്പോൾ മഴയൊക്കെ കാരണമാണ് നമുക്ക് അങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ പറ്റാത്ത. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ പുതിയതുള്ള കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. പിന്നെ മുമ്പത്തെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാത്തവരൊന്നും പോയിട്ട് വീഡിയോസ് കണ്ടോളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പിടിക്കണം, കൈ കടഞ്ഞിട്ടാട്ടോ ഫോൺ പിടിക്കുമ്പോൾ. ഇന്നത്തെ കുഞ്ഞ് വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.